സഹായം അഭ്യർത്ഥിച്ചു വന്ന പ്രിയയെ കുമാരൻ അധിക്ഷേപിക്കുന്നു. ഇവിടുന്ന് സാധനങ്ങൾ കൊടുക്കാം, പക്ഷെ കാശ് കൊടുക്കാൻ എന്താ അധികാരമെന്ന് മോള് തന്നെയല്ലേ എന്നോട് ഒരിക്കൽ ചോദിച്ചത്. എന്താ പ്രിയ? മഹി അവളെ സഹായിക്കുന്നു. ശരത്തും ശ്യാമയും വീണ്ടും ഒരുമിച്ചെന്നറിഞ്ഞ് സുനന്ദ രോഷാകുലയാകുന്നു. എന്തു നടന്നു എന്നാ സുനന്ദ നീ പറയുന്നത്? നിങ്ങളുടെ മകളെ വീണ്ടും അവന്റെ കൂടെ ചേർന്നു, ആ ശരത്തിന്റെ കൂടെ. എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ ഉണ്ടായെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ശ്യാമയും ശരത്തും ശരത്തിന്റെ വീട്ടിലെത്തുന്നു. വിവരമറിഞ്ഞ് തമ്പി സുനന്ദയെ കാണാനെത്തുന്നു. തുടർന്ന് കാണുക. അവൾ ഇവിടെ എത്തിക്കാണുമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വരാനോ? അവനെയും കൊണ്ടോ? അതിനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല ഏട്ടാ. അവനിനി വല്ല ഹോസ്പിറ്റലും കെടുത്തിയിട്ട് കാശ് പിരിക്കാൻ വരുന്നതാണെങ്കിലോ? കാശും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. കുടുംബദ്രോഹി. ശ്യാമേച്ചി ചിലപ്പോ ശരത്തേട്ടന്റെ വീട്ടിലേക്ക് പോയി കാണൂ അങ്കിൾ. അത് മോള് പറഞ്ഞത് ശരിയാകാം. അയാളോടൊപ്പം ആ വീട്ടിൽ ജീവിക്കാനാണ് ശ്യാമേച്ചി വന്നതെങ്കിലോ? അതിനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സുനന്ദ ജാനകിയെ വിളിച്ചപ്പോ അവൾ ജോലിക്ക് വരാമെന്ന് സമ്മതിക്കുവോ? അതെ, ഞാൻ ജാനകിയെ വിളിക്കുന്നത് വരെ ശ്യാമയും അവനും അവിടെ എത്തിയിട്ടില്ല. അതിനുശേഷം എത്തിയെങ്കിലേ ഉള്ളൂ. എന്തായാലും അവൾ ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ. അതെ, ഉടനെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരാതിരിക്കില്ല ഏട്ടാ. എങ്കിൽ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ശ്യാമ എന്തായാലും ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. അതെ, ഇവിടെ വെച്ച് തന്നെ പൂട്ടണം നമ്മളെ. എന്റെ മോനെ അമ്മയോട് ക്ഷമിക്കണം. നീ അസുഖമാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോലും നിന്നോട് സംസാരിക്കാൻ അമ്മ കൂട്ടാക്കിയില്ല. നിനക്ക് ഇത്രയ്ക്ക് സുഖമില്ലായിരുന്നു എന്ന് അമ്മ അറിഞ്ഞില്ലായിരുന്നു മോനെ. ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാനും പ്രിയയും കൂടി നിന്നെ കാണാൻ പുറപ്പെട്ടതായിരുന്നു. അതും പാതി വഴിയിൽ വെച്ച് മുടങ്ങി. അതൊരു കണക്കിന് നന്നായി അമ്മ. നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ കയറി പോയിരുന്നെങ്കിൽ ഏട്ടനും ശ്യാമേച്ചിയും വരുമ്പോ നമുക്ക് കാണാൻ പറ്റുമായിരുന്നോ? ഇവർക്ക് നമ്മൾ തിരിച്ചു വരുന്നവരെ വീടിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വരില്ലേ? ശരിയാ, ഗതികേട് കൊണ്ടാണ് യാത്ര മുടങ്ങിയതെങ്കിലും ഇങ്ങനെ ഒരു ഗുണം അതുകൊണ്ടുണ്ടായി. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇവിടേക്ക് കയറി വരുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. ആ, അതുപോട്ടെ, എത്ര ദിവസമായി മോളെ ഇവൻ ഈ അവസ്ഥയിലായിട്ട്? ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ എന്റെ മോൻ അവിടെ കിടന്ന് നരകിക്കുമായിരുന്നു അല്ലേ? അത് അമ്മ, ശരത്ത് അവിടെ തനിച്ചായിരുന്നില്ല. ഇവിടുന്ന് തിരിച്ചു പോയപ്പോ മുതല് ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല, അന്യരെ പോലെ രണ്ട് മുറികളിൽ. അമ്മ വിളിച്ചപ്പോ ഞാനത് മനഃപൂർവ്വം മറച്ചു വെക്കുകയായിരുന്നു. പിന്നെ ശരത്തിന് സുഖമില്ലാത്ത കാര്യം പറയാതിരുന്നത് അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ. എല്ലാം ഭേദമായിട്ട് അമ്മ അറിഞ്ഞാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും എന്റെ മകനെ വിട്ടുപോകാൻ നിനക്ക് തോന്നിയില്ലല്ലോ. പിരിയാൻ തീരുമാനിച്ചതാണെങ്കിലും ഇവനൊരു കൈത്താങ്ങ് വേണ്ടി വന്നപ്പോ നീ കൂടെ ഉണ്ടായിരുന്നല്ലോ. എനിക്കത് മതി. ഏട്ടന് ശ്യാമേച്ചി തിരിച്ചു കിട്ടാൻ യോഗമുണ്ട്.
അതാ ഇങ്ങനൊരു അസുഖം ഏട്ടന് വന്നത്. നീ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലവാ ശരത്തെ. നിന്റെ ഈ ഭാര്യ. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കി ജീവിക്കണം. ശരത്തിനെ കൂടുതലൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കണ്ട അമ്മ. ട്രീറ്റ്മെന്റ് ഒക്കെയായി കുറച്ചു ദിവസം എന്തായാലും അമ്മയുടെ മകൻ ഇവിടെ തന്നെ കാണും. ഇന്നലെ വലിയൊരു ഷോക്ക് കഴിഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഇവന്. ഇന്ന് മുഴുവൻ ശരത്ത് റെസ്റ്റ് എടുക്കട്ടെ. ഏട്ടനെ ഏത് ഹോസ്പിറ്റലിലെ ചേച്ചി കാണിക്കാൻ കൊണ്ടുവന്ന്? ഇവിടെ തന്നെയാണോ? അതെ, ഡോക്ടർ നന്ദകുമാറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നാളെ രാവിലെ പോണം. അപ്പോ ശ്യാമേച്ചിക്ക് നാളെ FM പോണ്ടേ? 3 ദിവസത്തേക്ക് അവധി എടുത്തിരിക്കാം. അത് കഴിഞ്ഞു പോണം. നാളെ ഡോക്ടറെ കണ്ടിട്ട് എന്താ പറയുന്നത് നോക്കട്ടെ. മോള് ശരത്തിനെയും കൂട്ടി ഇങ്ങോട്ട് വന്ന കാര്യം മോളുടെ വീട്ടുകാർക്കറിയോ? ഞാൻ അറിയിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ തിരുവനന്തപുരം വിട്ട കാര്യം ഇപ്പൊ വീട്ടിൽ അറിഞ്ഞു കാണും. അതിനുള്ള ചാരന്മാരൊക്കെ അവിടെ ഉണ്ട്. എന്നെ മോളുടെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങുമ്പോഴാ നിങ്ങൾ വന്നത്. ഇനി എന്തായാലും അമ്മ അവിടേക്ക് പോണ്ട. അമ്മ വീണ്ടും വിളിച്ചാൽ അമ്മ കാര്യം പറഞ്ഞേക്ക്. ഇനി അവിടുത്തെ ജോലി അമ്മയ്ക്ക് വേണ്ട. ആ ജാനകിക്ക് പരവൂരിൽ നിന്ന് കരുനാഗപ്പള്ളി വരെ എത്താൻ ഇത്രയും സമയം വേണോടി സുനന്ദേ? ഇനിയും എത്രയും നേരം അവളെ കാത്തോണ്ടിരിക്കണം ഇവിടെ? ഇനിയും കാത്തിരിക്കണ്ട ഏട്ടാ. ജാനകി വരികയാണെങ്കിൽ അവൾ എത്തേണ്ട സമയം കഴിഞ്ഞു. എങ്കിലേ നീ ആ ഫോൺ എടുത്ത് അവളെ വിളിക്കണേ. വിളിക്കേ. മനുഷ്യന്മാരെ പറഞ്ഞു പറ്റിക്കുകയാണോ ചോദിക്കേ. എന്തൊക്കെ മോളെ ഞാൻ ഈ കേൾക്കുന്നത്? ആ ദുഷ്ടൻ വീണ്ടും എന്തിനാ നിന്റെ ശരത്തിന്റെ പുറകെ നടക്കുന്നത്? അവന് നിങ്ങളെ ദ്രോഹിച്ചു മതിയായിട്ടില്ലേ? അവൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലമ്മേ. അവസാനം അവൻ ശരത്തിനോട് ചെയ്തതുകൂടി കേട്ടാ അമ്മ തകർന്നു പോവും. മോളുടെ അമ്മയാ. അമ്മ എടുത്തിട്ട് കാര്യം പറ. അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹലോ. ആ ജാനകി, നീ എവിടെ എത്തി? വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം ഒരുപാടായല്ലോ. ഇനി നിന്നെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരുവോ? എന്നെ കാത്തുനിന്ന് പട്ടിണി കിടക്കണ്ട സുനന്ദ. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ? ഞാനിന്ന് വരില്ല. വരില്ലെന്നോ? ദേ ജാനകി, നീ മര്യാദകേട് കാണിക്കില്ലേ? നീയല്ലേ പറഞ്ഞത് ഉടനെ വരാന്ന്? അതെ, വരാനിറങ്ങിയതാ. അപ്പോഴാ എന്റെ മകനും ഭാര്യയും വീട്ടിലെത്തിയത്. മകനും ഭാര്യയോ? അതെ, ശരത്തും ശ്യാമയും. കുറെ നാളുകൾക്ക് ശേഷം അവര് വീണ്ടും ഒരുമിച്ച് ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്റെ മകന്റെയും മരുമകളുടെയും കൂടെ നിൽക്കണം. ഞാൻ ഫോൺ വെക്കട്ടെ? എടി ജാനകി, അവനും അവളും കൂടി അവിടെ എത്തിയല്ലേ? എന്റെ മോൾ എന്നെ ചതിച്ചു. അവള് വീണ്ടും അവന്റെ ഒപ്പം ചേർന്നു. നമ്മൾ ഈ ചെയ്തതൊക്കെ വെറുതെ ആയല്ലോ ഏട്ടാ. ഇനി എന്ത് ചെയ്യും? ശ്യാമ അവന്റെ വീട്ടിൽ പോയതുകൊണ്ട് നമുക്കിനി അവളെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ ഏട്ടാ? പറ്റണം. അവൾ ഏത് നരകത്തിൽ പോയാലും
നമ്മൾ അവളെ കയ്യോടെ പിടിച്ചോണ്ട് വരണം. അത് ശ്യാമയ്ക്ക് ശരത്തിനെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അവള് വീണ്ടും അവന്റെ ഒപ്പം പോയത്. വീണ്ടും നമ്മളെന്തിനാ വെറുതെ വെറുതെയല്ല രാജശേഖര, വിലപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാ നമ്മൾ ശ്യാമയെ കൈവിട്ട് കളയാത്തത്. നിനക്കൊന്നും അറിയാത്തതല്ലല്ലോടാ. ദേ മനുഷ്യ, അവളുടെ കാര്യത്തിൽ നിങ്ങൾ തലയിടാൻ വന്നാലുണ്ടല്ലോ, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. മിണ്ടാതൊരിടത്തിരുന്നാ മതി. ഏട്ടാ, ഏട്ടൻ പറ, ഇനി എന്ത് ചെയ്യാനാ ഏട്ടന്റെ പ്ലാൻ? എന്നെ ഇപ്പൊ ഭയപ്പെടുത്തുന്നത് ഗൗതം മാത്രമല്ലമ്മേ. അവനെ എനിക്ക് വേണ്ടപ്പെട്ട ആരൊക്കെയോ ചേർന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം കൂടിയാ. ആരെ മോള് സംശയിക്കുന്നത്? നിന്റെ ശത്രുവിനെ നിനക്ക് വേണ്ടപ്പെട്ട ആരാ മിത്രമായിട്ട് കാണുക? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ അനിയത്തി തന്നെ. മധുര വാക്കുകൾ കൊണ്ട് അവൻ അവളെ വശത്താക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ വേണം കരുതാൻ. തിരുവനന്തപുരത്തുള്ള വിവരങ്ങളൊക്കെ ഗൗതം ഹിമ വഴിയെ ഇവിടെ എത്തിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അവൾ അവനെ അറിയിക്കുന്നുണ്ട്. ഹിമയ്ക്ക് അതുകൊണ്ട് എന്ത് നേട്ടാ മോളെ? നിന്റെ ശരത്തിന്റെ ഇടയിൽ അകൽച്ച ഉണ്ടാക്കിയത് ഗൗതമാണെന്ന് ഹിമയ്ക്ക് അറിയില്ലേ? അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞതാ അമ്മേ. പക്ഷെ എന്റെ വാക്കിനേക്കാളും ഗൗതമിന്റെ വാക്കുകളാ അവള് വിശ്വസിച്ചത്, ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈശ്വര, എന്തൊരു ലോകം ഇത്! സ്വന്തം കൂടപ്പിറപ്പിനെ വിശ്വസിക്കാതെ കൂടപ്പിറപ്പിനെ നാശം വരുത്താൻ നോക്കുന്നവന്റെ ഭാഗം ചേരുക. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ മോള്? അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം കൂടി അവൻ നശിപ്പിക്കില്ലേ? അതെ അമ്മേ, അവൻ നാശം വിതയ്ക്കുന്നത് ആർക്കും മനസ്സിലാവില്ല. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവനാ. ശരത്തും ഞാനും വീണ്ടും ഒരുമിക്കുമെന്ന് തോന്നിയപ്പോ അവൻ ചെയ്തതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരത്തിനെ മദ്യം കൊടുത്ത് വീണ്ടും നശിപ്പിക്കാനാ അവൻ നോക്കിയത്. സത്യത്തിൽ അവൻ കാണിച്ച ക്രൂരത അവൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ശരത്തിനെ എനിക്ക് മനസ്സിലാക്കാനാവില്ലായിരുന്നു. അവന്റെ ഉദ്ദേശം എന്നെയും ശരത്തിനെ എന്നേക്കുമായി അകറ്റുക എന്നതല്ല. ഞാൻ ശരത്തിന്റെ കൂടെ ജീവിച്ചുകൊണ്ട് അവന് വഴങ്ങണം. മോളെ, അതെ അമ്മേ, എന്തു വന്നാലും എന്നെ അതിന് കിട്ടില്ലെന്ന് തോന്നിയപ്പോഴാ അവൻ എന്റെ അനിയത്തെ കൂടി വശത്താക്കാൻ നോക്കുന്നത്. നാളെ അവളെ വെച്ചായിരിക്കും അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരുന്നത്. അവളെ വെറുതെ വിടണമെങ്കിൽ ഞാൻ അവന്റെ മുമ്പിൽ കീഴടങ്ങണമെന്നായിരിക്കും അവൻ പറയാൻ പോകുന്നത്. അതിനു മുൻപ് എനിക്ക് ഹിമയെ അവന്റെ കെണിയിൽ നിന്ന് രക്ഷിച്ചെടുക്കണം. അതിനും കൂടി വേണ്ടിയാ ഞാൻ വന്നത്. ശ്യാമേച്ചി, എന്താ മോളെ? ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ നിന്നാണെന്നാ തോന്നുന്നത്. ശ്യാമേച്ചി അവര് വിളിച്ചോണ്ട് പോവോ? ഇല്ല മോളെ, അങ്ങനൊന്നും പോവാൻ വന്നവളല്ല ഞാൻ. മോളെ, ആദ്യം ഞാൻ പോയി സംസാരിക്കാം. നീ പിന്നെ വന്നാ മതി. അതെ ചേച്ചി, അവരെന്തിനാ വന്നതെന്ന് ആദ്യം അമ്മ ചെന്ന് അന്വേഷിക്കട്ടെ. ഈ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് വലിയ തരക്കേടൊന്നും തോന്നുന്നില്ലല്ലോ സുനന്ദേ. ഈ വീട് ജാനകിയുടെ തന്നെയാണോ? അവളുടെ ചത്തുപോയ ഭർത്താവിന്റെയാ. അയാളുടെ കുടുംബക്കാരുമായിട്ട് അവൾക്ക് കേസുമുണ്ട്. നമസ്കാരം. 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 എനിക്ക് അങ്ങോട്ട് കയറി വരാലോ അല്ലേ? വരൂ,
ഇവളോടൊക്കെ എന്ത് ചോദിക്കാനായേട്ടാ? മതിരെടി. എന്റെ മകളെ ഇവൾ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലേ നമ്മള് വീട് തല്ലിപ്പൊളിച്ചും അവൾ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോവും. ഏയ്, അക്രമത്തിന്റെ പാത ആദ്യമേ സ്വീകരിക്കാതെ സുനന്ദേ, നമ്മളൊക്കെ ഗാന്ധിയന്മാരല്ലോ. സമാധാനം, സമാധാനം. സമാധാനത്തിൽ തീർക്കാൻ പറ്റുന്നത് സമാധാനത്തിൽ തന്നെ തീർക്കണം. ജാനകിയോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. അതെ, ഏട്ടൻ ഇവളോടൊന്നും സംസാരിക്കണ്ട. അതിനൊന്നും ഇല്ല ഇവള്. എടി, എന്ത് മാരണം ചെയ്തിട്ടാടി എന്റെ മോളെ നീ വീണ്ടും ഇങ്ങോട്ട് വരുത്തിയത്? പറയടി. ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇത് നിങ്ങളുടെ വീടല്ല. അമ്മ ഇപ്പൊ നിങ്ങളുടെ ജോലിക്കാരിയോ അല്ല. മോളെ, നീ ഒന്നും പറയണ്ട. അമ്മ ഒന്നും മിണ്ടാൻ നിന്നേ. ഇവരിവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലേ അമ്മ ഇവരുടെ വീട്ടിൽ വെച്ച് എന്തൊക്കെ സഹിച്ചു കാണും. എങ്ങനെയാ അമ്മ ഈ സ്ത്രീയെ ഇത്രയും നാള് സഹിച്ചത്? എടി, സ്ത്രീയെന്നോ? പിന്നെ എന്റെ അമ്മ ഇവിടെ കയറി വന്ന് സ്ത്രീ എന്ന് വിളിച്ച് നിങ്ങളെ ഞാൻ യക്ഷി എന്നാ വിളിക്കേണ്ടത്. ശ്യാമേച്ചി ഓർത്തിട്ടാ, അല്ലെങ്കിൽ അതാണ്, ശ്യാമയെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ വന്നതും അവളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണെന്ന് അങ്ങ് കൂട്ടിക്കോ. മോളുടെ ചോരത്തിളപ്പിന് ശമനമായെങ്കിൽ ഒന്നകത്തോട്ട് പോയേ പ്ലീസ്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ മുതിർന്നവര് തമ്മിൽ സംസാരിച്ചോളാം. എന്താ? മോളെ, നീ ഒന്ന് അകത്തേക്ക് പൊയ്ക്കേ. സോറി ചേച്ചി, സഹിക്കാഞ്ഞിട്ട്. സാരല്ല, നീ ഏട്ടന്റെ അടുത്ത് പോയിരിക്ക. അതെ ജാനകി, ഞാനൊരു പഴയ വക്കീലാണെന്ന് അറിയാലോ. അഡ്വക്കേറ്റ് ആര്യനാട് തമ്പി ഏറ്റെടുത്ത കേസുകളൊന്നും ഇതുവരെ തോറ്റ ചരിത്രമില്ല. നിന്റെ മകന്റെയും എന്റെ മരുമകളുടെയും വിവാഹമോചന കേസിന്റെ വക്കാലത്ത് എന്റെ മകനാണ് ഏറ്റെടുത്തെങ്കിലും അതിന്റെ മേൽനോട്ടം ഒക്കെ എനിക്കാ. ഗാർഹിക പീഡനത്തിനിരയായി ഭർത്താവിന്റെ വിടുതൽ കാത്തിരിക്കുന്ന എന്റെ കക്ഷിയെ പ്രതിയും പ്രതിയുടെ വീട്ടുകാരും ചേർന്ന് ഭീഷണിപ്പെടുത്തി വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന് കാണിച്ച് ഞാനേ സുനന്ദയെ കൊണ്ടൊരു പരാതി കൊടുപ്പിച്ചാലുണ്ടല്ലോ, പോലീസ് ആ നിമിഷം വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരെയും വന്നങ്ങ് പൊക്കിക്കൊണ്ട് പോകും. അതിന് ഞങ്ങള് ശ്യാമയെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ശ്യാമ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ വന്നത് ആയിരിക്കാം. പക്ഷേ ഞങ്ങൾ പരാതി കൊടുക്കുമ്പോ തിരിച്ചല്ലയോ കൊടുക്കത്തുള്ളൂ? ശ്യാമ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട സ്ഥിതിക്ക് പോലീസിന് ആ പരാതി മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. പറ്റും. ഞാൻ ഒപ്പിട്ട ഡിവോഴ്സ് പെറ്റീഷനിൽ നിന്ന് ഞാൻ പിന്മാറുവാണെങ്കിലോ? ശ്യാമേ, നീ അമ്മാവന്റെ മുഖത്ത് നോക്കി തർക്കുത്തരം പറയാറായോടി? വേണ്ട വേണ്ട, നീ ഇതിൽ ഇടപെടേണ്ട സുനന്ദേ, ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. മോളെ, നമ്മൾ തമ്മിൽ നേരി കണ്ടിട്ടിപ്പോ 2 വർഷമെങ്കിലും ആയി കാണുമല്ലേ? അമ്മാവൻ എന്നോട് വിരോധമായിരുന്നല്ലോ. അതെ, എന്റെ മകന്റെ ഭാര്യയായി വരുമെന്ന് കരുതിയ നീ ഇവിടത്തെ പയ്യന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു എന്ന് കേട്ടപ്പോ നിന്റെ അമ്മയോട് പോലും ഞാൻ മിണ്ടിയിട്ടില്ല. ഇപ്പൊ നീ തിരിച്ചു വരാൻ പോകുന്നു ഇവള് വിളിച്ച് പറഞ്ഞപ്പോഴാണ് പഴയതെല്ലാം മറന്നേക്കാമെന്ന് ഞാനും വിചാരിച്ചത്. മോളെ, ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും. നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഞങ്ങൾക്കത് ക്ഷമിക്കാനും പറ്റും. പക്ഷെ നീ തിരുത്താമെന്ന് പറഞ്ഞാലേ തിരുത്തണം. ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യണം. അമ്മാവൻ
എന്നോട് ക്ഷമിക്കണം. ശരത്തിനെ ഡിവോഴ്സ് ചെയ്യാമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങള് തമ്മില് ചെറിയൊരു ഇഷ്ടക്കേടുണ്ടായതാ. അത് മുതലെടുത്ത് മമ്മ പ്ലാൻ ചെയ്തൊരു പെറ്റീഷനിൽ എനിക്ക് സൈൻ ചെയ്യേണ്ടി വന്നു. അപ്പൊ നീയും ശരത്തും തമ്മിലുള്ള ഇഷ്യൂ ഒക്കെ തീർന്നോ? അതിപ്പോ ഹസ്ബൻഡും വൈഫും ആവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ അമ്മാവ? ഞങ്ങൾക്കിടയിലെ തർക്കം ഞങ്ങൾ തന്നെ തീർക്കുന്നതല്ലേ നല്ലത്. പിന്നെ എന്തിനാടി അവനോട് പിണങ്ങി നീ ചാവാൻ പോയത്? അവനെ തിരിഞ്ഞു പോലും നോക്കാതെ നീ വീട്ടിൽ വന്ന് മുറി അടച്ചിരുന്നത് എന്തിനാ?